Hello dear students, all of you welcome to this video. Today we are discussing what is meant by corporate veil and when this corporate veil is lifted. So first of all we can see what is meant by corporate veil. Corporate veil എന്ന് പറയുന്നത് that is a legal concept that separates the personality of a company from the personality of its shareholders. അപ്പോൾ നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് that is a separate legal person having a separate legal personality that is distinct from its members. അതേപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ദ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദം. ഇത്രയാണ് ഒരു കമ്പനീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഒരു ലീഗൽ കോൺസെപ്റ്റിനെയാണത് കമ്പനീൻ്റെ ലീഗൽ പേഴ്സണാലിറ്റി അതേപോലെ മെമ്പേഴ്സിൻ്റെ ലീഗൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി, ദീസ് ടു തിങ്സ് ആർ ഡിഫറെൻറ്റ്. കമ്പനി ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി, ദറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതുകൊണ്ട് തന്നെ the liability of the members is limited to the extent of capital contributed by them. This legal concept protects the members, protects the shareholders from being personally liable for the company's debts and other obligations. കമ്പനീൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് കമ്പനീൻ്റെ ലൈബിലിറ്റിയാണ്. The personal properties of the members cannot be used, cannot be taken for meeting the liabilities of the companies. ആ ഒരു ലീഗൽ പ്രൊട്ടക്ഷനെയാണ് മെമ്പേഴ്സിന് കിട്ടുന്ന ലീഗൽ പ്രൊട്ടക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. മീൻസ് ദാറ്റ് ഈസ് എ കർട്ടൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദി മെമ്പേഴ്സ്. എപ്പോഴൊക്കെയാണ് കമ്പനീൻ്റെയും മെമ്പേഴ്സിൻ്റെയും ഇടയിലുള്ള ആ കേർട്ടന് ലിഫ്റ്റ് ചെയ്യുന്നത്, പിയേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സിറ്റുവേഷൻസ്, ഇത്രയും കാര്യങ്ങളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണെന്നുള്ളത് നോക്കാം. Lifting of corporate veil refers to a situation where the shareholder is held liable for the company's debts, company's obligations, despite of the rule of limited liability. ഇപ്പോൾ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാണ്. കമ്പനിക്ക് ആരെയും ചീറ്റ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലൻ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനൊന്നും കമ്പനിക്ക് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. But if the members are having that kind of intention, the members to be personally liable for that, അപ്പോൾ എന്ത് ചെയ്യും, കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ will make the members liable, personally liable for that kind of obligations or fraudulent activities. In that case, the liabilities of the members will be unlimited. Their personal properties can also be taken for meeting the obligations of the company, liabilities of the company. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. അപ്പോൾ കമ്പനീൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പനീൻ്റെ ലയബിലിറ്റിയാണ്. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയാണ് കമ്പനീൻ്റെ കേസിൽ. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ എപ്പോഴൊക്കെയാണ് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആവുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ എപ്പോഴാണോ അത് അങ്ങനെ ആക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. ദാറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെർ ദ ഷെയർ ഹോൾഡർ ഈസ് ലയബിൾ ഫോർ കമ്പനീസ് ഓബ്ലിഗേഷൻസ്, ഡെറ്റ്സ്, despite of the rule of limited liability. Means a company being an artificial person is not capable of doing anything illegal or fraudulent. We know that there is a legal person that cannot make a fraudulent activity. The person who are behind the curtain, the persons who are the directors or the promoters may make a fraudulent activity, may conduct an illegal activity. അപ്പോൾ കമ്പനി വിൽ നോട്ട് ബി ലയബിൾ ഫോർ ദാറ്റ് ഇല്ലീഗൽ ഓർ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി. ഏതാണ് ആ പ്രൊമോട്ടർ അല്ലെങ്കിൽ ഏതാണ് ആ ഡയറക്ടർ, that person who is guilty, really guilty, this corporate veil is misused by that fraudulent directors or promoters. ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ ഉള്ളത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അവരെന്ത് ചെയ്യും, അവർക്കും അറിയാം, ദേ വിൽ മിസ്യൂസ് ഇറ്റ്. അങ്ങനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് അങ്ങനെ മിസ്യൂസ് ചെയ്ത ഡയറക്ടർ ഓർ മെമ്പർ ഓർ ദി പ്രൊമോട്ടർ, ദേ വിൽ ബി പേഴ്സണലി ലയബിൾ ഫോർ ദി ഓബ്ലിഗേഷൻസ് ഓഫ് ദി കമ്പനി. ആൻഡ് വെൻ ദ കോർട്ട് ഓർ ട്രിബ്യൂണൽ ഇഗ്നോർസ് ദ കമ്പനി ആൻഡ് കൺസിഡേഴ്സ് ദ മെമ്പേഴ്സ് വിച്ച് ഈസ് കോൾഡ് ദ ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ. മീൻസ് ദ പേഴ്സൺസ്, മെമ്പേഴ്സ് ഹു ആർ ബിഹൈൻഡ് ദ curtain will be caught for the
fraudulent activities, and they will be personally liable for the debts or obligations of the company. That is called lifting of corporate veil. And this is the last part of your first chapter, and actually this is usually asked for your university examination, so that's important. ആൻഡ് എപ്പോഴൊക്കെയാണ് കമ്പനീൻ്റെ ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അത് നോക്കാം നമുക്ക്. വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദിസ് കോർപ്പറേറ്റ് വെയിൽ മേ ബി ലിഫ്റ്റഡ്? ദാറ്റ് ക്യാൻ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് അണ്ടർ 2 heads: എക്സസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആൻഡ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസ്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ക്ലിയർ ആയല്ലോ. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ഒരു ലീഗൽ ആസ്പെക്റ്റ് ആണ്. അവിടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കമ്പനി സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. കമ്പനീൻ്റെ ലയബിലിറ്റീസിന് കമ്പനി ഈസ് ലയബിൾ, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ടു ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദം. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് മിസ്യൂസ്ഡ് ബൈ സം ഫ്രോഡുലൻറ്റ് പ്രൊമോട്ടേഴ്സ് ഓർ ഡയറക്ടേഴ്സ്. ആ സിറ്റുവേഷനിൽ കമ്പനി വിൽ നോട്ട് ബി ലയബിൾ ഫോർ ദാറ്റ് ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റീസ് done by the directors, fraudulent promoters or directors. They will be personally, individually liable for such activities, and they will be personally liable for the obligations of the company. അതിനെ നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയും. അപ്പോൾ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. അവിടെ ഡിഫറെൻറ്റ് കേസസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഡിഫറെൻറ്റ് കേസസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് reduction of membership below statutory minimum. You know, for a public company there will be a minimum of 7 members, and for a private company there will be a minimum of 2 members. And if a company is running with members less than this minimum, for example a public company is running with 6 members, minimum 7 members വേണം, 6 മെമ്പേഴ്സിനെ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്, and that is for a period more than exceeding 6 months, and that is known to the members. ഈ 6 പേർക്കും അറിയാം എന്ത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് കമ്പനീൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത്. 6 മാസത്തിൽ കൂടുതൽ അങ്ങനെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇല്ലാത്ത പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ മെമ്പേഴ്സ് എല്ലാ മെമ്പേഴ്സും ദേ വിൽ ബി പേഴ്സണലി severally liable for the debts, liabilities, obligations of the company. Okay, അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് ഫ്രോഡുലൻ്റ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട് ഓഫ് ബിസിനസ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ, കമ്പനി കനോട്ട് ഡു എനി ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്. കമ്പനി ഒരാളായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ കമ്പനിക്ക് അങ്ങനെ ഫ്രോഡുലൻ്റ് പേർപ്പസ് ഒന്നുമില്ല. ക്രെഡിറ്റേഴ്സിനെ ഡിഫ്രോഡ് ചെയ്യണം അല്ലെങ്കിൽ ചീറ്റ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദ കോർട്ട് ഓർ ട്രിബ്യൂണൽ മേ ഡിക്ലെയർ ദോസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ സച്ച് കണ്ടക്ട് പേഴ്സണലി ലയബിൾ ഫോർ ഓൾ ദ ഡെറ്റ്സ് ഓഫ് ദി കമ്പനി. Means they are not enjoying any limited liability. Their personal properties can also be taken for meeting all the obligations of the company. Third one is misdescription of the name of the company. കമ്പനീൻ്റെ പേര് മിസ്ഡിസ്ക്രൈബ് ചെയ്താൽ, സാധാരണ കമ്പനീൻ്റെ കേസിലൊക്കെ there will be an officer who will be putting signature on behalf of the company. Whenever that person is putting his signature somewhere in promissory notes, in checks, in bills, documents, ഒക്കെ എന്ത് ചെയ്യണം, complete name of the company should be stated there. Otherwise the person who is putting the signature specifying using the misdescribing the name of the company, using the name of the company not fully, will be personally liable for his acts or activities, or he will be personally liable for the signature of himself. The company will not be liable for that activities if the name of the company is misdescribed, used, right? Next thing is holding and subsidiary companies. In case of holding company and subsidiary company, what is meant by holding and subsidiary company? All those things that we already discussed. So whenever there is holding and subsidiary company, the relationship between these two companies, the subsidiary company, if that is not independent, അല്ലെങ്കിൽ എത്രമാത്രം സബ്സിഡിയറി കമ്പനി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇൻ ദാറ്റ് കേസ് ഓൾസോ ദ കോർപ്പറേറ്റ് വെയിൽ വിൽ ബി ലിഫ്റ്റഡ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി അഫെയേഴ്സ് ഓഫ് ദി കമ്പനി
As per section 239, an investigator can be appointed to look into the affairs of the company to study whether there is any oppression or mismanagement of the company. അത് നമ്മൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജ് ചെയ്യുന്നത് ഒരു മാനേജ്മെൻ്റ് ആണ് എങ്കിൽ whenever there is mismanagement or oppressive policy is adopted towards the members of the company, അത് സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 239 empowers to appoint an investigator. In that case also the corporate veil may be lifted. And next thing is investigation of the ownership of the company. ഇപ്പോൾ കമ്പനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇഫ് ദർ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഫൈനാൻഷ്യലി ഇൻട്രസ്റ്റഡ് ഇൻ ദി മാറ്റേഴ്സ് ഓഫ് ദി കമ്പനി, who actually control the company behind the curtain for making some personal advantage, അപ്പോഴും എന്ത് ചെയ്യാം, an investigator, the government suspects so, if the government suspects so, the government can appoint an investigator to study about the ownership of the company. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് വെയിലിൻ്റെ കേസിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് സലാമൻ ആൻഡ് കമ്പനി ലിമിറ്റഡ് ആണ്. ഇവിടെ മിസ്റ്റർ സോളമൻ ഫോംഡ് എ കമ്പനി വിത്ത് 7 members. ഒന്ന് സോളമൻ തന്നെയായിരുന്നു, പിന്നെ ഹിസ് വൈഫ്, ഡോട്ടർ ആൻഡ് 4 sons were the members, and this company is actually formed for making personal advantage. He used this name of the company for personal advantage. അപ്പോൾ കോർട്ട് ഒബ്സർവ് ചെയ്തത് this person is individually liable for the obligations of the company. അപ്പോൾ these are the different situations. ഇനി ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് കൂടാതെ ഇനിയും നമുക്ക് സിറ്റുവേഷൻസ് പറയാം. എന്താണ്, ആസ് പെർ സെക്ഷൻ 275, നോ പേഴ്സൺ ക്യാൻ ബി ഡയറക്ടർ ഓഫ് മോർ ദാൻ 15 companies അറ്റ് എ ടൈം. ഇഫ് an individual is a director in more than 15 companies, he will be liable for punishment also. And section 307 and 308 discusses that not only name, description and amount of shareholdings, but also the nature and extent of this interest or right in any share or debenture should also be shown in the register of shareholders. Okay, അതുപോലെ തന്നെ section 314 prohibits a director and anyone connected with the director holding an employment, earning some remuneration, carrying some remuneration, if that appointment is made without proper approval by special resolution. അവിടെയും എന്താണ്, the director will be individually liable. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ മനസ്സിലായത് കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ, കമ്പനി കനോട്ട് മേക്ക് എനി ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആരാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കമ്പനീൻ്റെ കേസിൽ, ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ലിമിറ്റഡ് എന്നുള്ള ആ പ്രൊട്ടക്ഷൻ എടുത്തു കളഞ്ഞ് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കും. എപ്പോൾ, if there is a fraudulent activity that is done by these fraudulent promoters or directors, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ അല്ലെങ്കിൽ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് യൂസ് ചെയ്ത് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഇനി ബാക്കിയുള്ളത് സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് കോർപ്പറേറ്റ് വെയിൽ മേ ബി ലിഫ്റ്റഡ് ബൈ യൂസിങ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസ്. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ കോർട്ടിൽ വന്ന പല ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓരോ കേസിനെ നമുക്ക് അവിടെ വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എണ്ണം നമ്മൾ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തതാണിത്. ടു അസർട്ടൈൻ ദി character of the company. Whenever a company is suspected being owned by residents of enemy country, residents of enemy countries formed a company in our country, for example, and that is during the time of war. Usually that is particularly that is done the time of war. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ the corporate veil will be lifted to examine the person who is behind the company, who formed this company. Next thing is to prevent tax evasion. Tax എന്ന് പറയുന്നത് that is one of the significant revenues of the government. അപ്പോൾ government wants to collect maximum tax. At that time, if a company is formed for evading tax, illegally they want to reduce their tax liability, that company is especially formed for tax evasion, tax reduction by using illegal methods. അങ്ങനെയാണെങ്കിലും the corporate veil will be lifted. The person who is doing that act will be personally liable for the obligations of the company.
for preventing fraud or improper conduct. The corporate veil will also be lifted where a company is formed to defraud the creditors or to defeat the provisions of law. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻകം ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്തതെങ്കിൽ അത് ഫോം ചെയ്ത ആളുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോർപ്പറേറ്റ് വെയിൽ വിൽ ബി ലിഫ്റ്റഡ്. ലൈക്ക്വൈസ് ഇഫ് ദാറ്റ് ഈസ് ഫോംഡ് ഫോർ ഡിഫീറ്റിംഗ് some of the provisions of the some of the activities, some of the acts or laws, അല്ലെങ്കിൽ ഡിഫ്രോഡിങ്, ചീറ്റ് ചെയ്യാനാണ്, ക്രെഡിറ്റേഴ്സിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ദ പേഴ്സൺ വിൽ ബി ഇൻഡിവിജ്വലി പേഴ്സണലി ലയബിൾ ഫോർ ദി ഓബ്ലിഗേഷൻസ് ഓഫ് ദി കമ്പനി. To protect the interest of the employee, sometimes if a company tries to avoid the statutory payments towards the employees, statutory obligations to the employees, at that time also the court may lift, the tribunal may lift the corporate veil. And finally, to protect the public policy, the court may lift the corporate veil to protect public policy and prevent the transactions contrary to the public policy. ഇതൊന്നും കൂടാതെ സപ്പോസ് ഇഫ് എ കമ്പനി ഈസ് ഫോംഡ് വെൻ എ കമ്പനി ഈസ് എ ഷാം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ദർ ഈസ് നോ സച്ച് ജെനുയിൻ activity for that company, that is formed for fraudulent purpose. Company is avoiding some legal obligations, company is avoiding some violating the provisions of, especially formed for violating the provisions of some laws, acts of the country. And in all these situations the corporate veil will be lifted എന്ന് വെച്ചാൽ മെമ്പേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന്, പ്രൊമോട്ടേഴ്സിന്, ഡയറക്ടേഴ്സിനൊക്കെ കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ദാറ്റ് വിൽ ബി ലിഫ്റ്റഡ്. അപ്പോൾ ദേ വിൽ ബി പേഴ്സണലി ലയബിൾ ഫോർ ദി ഡെറ്റ്സ് ഓർ ഓബ്ലിഗേഷൻസ് ഓഫ് ദി കമ്പനി. So that's all about corporate veil, lifting of corporate veil and circumstances under which this corporate veil may be lifted.